ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സമാധാനം തകർക്കുകയാണെന്ന് പലകുറി നമ്മൾ ആശങ്കപ്പെട്ടതാണ്. ആ ആശങ്കകൾക്കപ്പുറം യുദ്ധവുമായി ബന്ധമില്ലാത്ത രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്കും അമേരിക്ക കടന്നുകയറുന്നുണ്ട്. ലോക പോലീസ് കളിക്കുന്ന അമേരിക്ക ഇറാൻ എന്ന രാജ്യത്തെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനായി ഉപയോഗിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വ്യോമപാതയും സമുദ്രാതിർത്തിയുമാണ്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ അവിടെ അമേരിക്ക കാറ്റിൽ പറത്തുമ്പോൾ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ ശിരസ് നമിച്ച് ട്രംപിന് കീഴ്പ്പെടുകയാണ് മോദിയും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും എന്ന് കാണാം. ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാന്റെ യുദ്ധക്കപ്പൽ തകർന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന നിർണായക വിവരം. തുർക്കിക്കു നേരെ ഇറാൻ മിസൈൽ തൊടുത്തതും അത് വെടിവെച്ചിട്ടതും യുദ്ധ സാഹചര്യം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ സൂചനയും നൽകുന്നുണ്ട്. ശ്രീലങ്കൻ തീരത്തിന് സമീപത്തായി ഇറാന്റെ ഐറിസ് ഡെന എന്ന യുദ്ധക്കപ്പലാണ് തകർന്നത്. കപ്പലിലുണ്ടായിരുന്ന ഏകദേശം 140 പേരെ കാണാതായതായാണ് വിവരം. കപ്പലിൽ നിന്ന് ലഭിച്ച അപായ സന്ദേശത്തെ തുടർന്ന് ശ്രീലങ്കൻ നാവികസേന നടത്തിയ തിരച്ചിലിൽ 32 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. കടലിൽ എണ്ണപ്പാളികളും ലൈഫ് റാഫ്റ്റുകളും ഒഴുകി നടക്കുന്നതായാണ് തങ്ങൾ കണ്ടതെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. സബ്മറൈൻ ആക്രമണമാണ് കപ്പൽ മുങ്ങാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ ശ്രീലങ്കൻ അധികൃതർ തള്ളിക്കളയുന്നുണ്ട്. അപകട കാരണം വ്യക്തമായില്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായാണ് തങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും നാവികസേന വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ നാവികസേനയുമായി സംയുക്ത പരിശീലനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇറാനിയൻ കപ്പലിനെയാണ് അമേരിക്ക കടലിൽ മുക്കിയത്. ഇന്ത്യൻ സമുദ്രാതിർത്തിയോട് ചേർന്ന് നടന്ന ഈ ആക്രമണം പക്ഷേ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രി മോദിയോ അറിഞ്ഞ മട്ടില്ല. മോദിയുടെ മൂക്കിൻ തുമ്പിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ട് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ കണ്ണടക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇതിനെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യ ഇനിയും മൗനം വെടിയണമെന്നും അതിർത്തി കടന്നുള്ള അമേരിക്കൻ അധിനിവേശത്തെ നിയന്ത്രിക്കണമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അതേസമയം യുദ്ധം മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ സൂചനയായാണ് തുർക്കിക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ചത്. ഇറാൻ മിസൈൽ നാറ്റോ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെങ്കിലും ഇറാഖ് സിറിയൻ വ്യോമാതിർത്തികൾ കടന്നുവന്ന മിസൈലിനെ തുർക്കി അതിർത്തിയിൽ വെച്ച് വെടിവെച്ചിട്ടുവെന്നാണ് തുർക്കി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതിൽ നിന്ന് എല്ലാ കക്ഷികളും വിട്ടുനിൽക്കണമെന്ന ഈ സംഭവത്തിന് പിന്നാലെ നാറ്റോ അംഗം കൂടിയായ തുർക്കി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഇസ്രയേൽ തങ്ങളുടെ ആക്രമണം ലെബനനിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾക്ക് മുന്നോടിയായി തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഉടൻ ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിനും ഖത്തറിലെ US വ്യോമതാവളത്തിനും വലിയ നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ സുരക്ഷാ ആസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ശനിയാഴ്ച ആരംഭിച്ച അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം 1097 കടന്നതായും മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.